രണ്ടൊക്കെ പറഞ്ഞായിരുന്നു സിനിമ വിജയിപ്പിക്കില്ല, സിനിമ കാണിക്കില്ല. അവരെ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവർക്കാണ് ടീം പറഞ്ഞത് എന്താണ്, തിയേറ്റർ കത്തിക്കും, വരുന്നവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും. കാരണം ആലോചിക്കണം, ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ ആളുടെ സിനിമയുണ്ട, അത് ആലോചിക്കണം. അത് പറഞ്ഞവർക്കൂടെ ഒന്ന് അയച്ചു കൊടുക്കാം, പറ്റുമെന്ന് എത്തിച്ചു കൊടുത്തേക്ക്. ഒരു ഉത്സവമാണോ അവര് പറഞ്ഞ കറക്റ്റ് ലോജിക്കില്ല. ഓൺലി മാഡ്നസ്. 2.5 മണിക്കൂർ നിന്നിട്ട് നമുക്ക് കത്തിച്ചേക്കനാണ് പടം. 2.5 മണിക്കൂർ കത്തിച്ചേക്കനാണ് പടം. ഒരു സംശയമില്ല, ബോക്സ് ഓഫീസിന്റെ കാര്യം ഒരു തീരുമാനമാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ പ്രകൃതിയൊക്കെ അന്വേഷിച്ച് പിടിച്ച് കീറി മുറിക്കാനൊക്കെ നിന്നേ ചിലപ്പോൾ അവർക്കൊന്നും ഈ പടം ഇഷ്ടപ്പെടില്ല. പക്ഷെ ഒരു ഉത്സവ മൂഡിൽ, ഒരു എന്റർടൈൻമെന്റ് മൂഡ് ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പടമാണിത്. നന്നായിട്ട് ആ ടാഗ് ലൈൻ സൂചിപ്പിക്കണ പോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലോജിക്ക് നോക്കിയായിരുന്നു. ഓൺലി മാഡ്നസ്. ഒരു എന്താ പറയുക, ഒരു ഉത്സവത്തിന് മുകളിലൊരു വട്ട് പടം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതായത് കട്ടക്ക് എന്നാണ് താർത്തേക്കണത്. ഒരാളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ കത്തിച്ച് കൊണ്ടുവരുമ്പോഴത്തേക്ക് അപ്പുറത്താളും കൂടി കത്തിച്ച് വന്നിട്ട് എല്ലാരും മാസാണ്. അങ്ങനെ വിനീത്, ധ്യാൻ, ബൈജേട്ടൻ, എല്ലാരും, മുഖ്യമന്ത്രിയായിട്ട് സാൻഡി മാസ്റ്റർ, എല്ലാരും, സലീം കുമാറേട്ടൻ, എല്ലാരും ഒന്നിനൊന്നും വെച്ചോട്ട് നിർത്തി. എല്ലാവർക്കും തുല്യ സ്പേസ് കൊടുത്തിട്ട് നല്ലോണം തകർക്കാനുള്ള ഇത് വെച്ച്. പിന്നെ കുറച്ച് സിനിമകളുടെ റെഫറൻസ് എല്ലാം നന്നായിട്ട് റെഫറൻസുകളാണ് അടിപൊളി. ഒരു രക്ഷയില്ലാത്തൊക്കെയാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ചു വന്നു. ജനപ്രിയ നായകൻ വീണ്ടും ഫാമിലി ഓഡിയൻസിനെ തിയേറ്ററിലേക്ക് എത്തിക്കുവാണെന്നൊരു ഇതുണ്ട് ഈ പപ്പയിലൂടെ. ഫാമിലി ഓഡിയൻസിനെ കാറ്റും ഉപരി കുറച്ചും കൂടി യൂത്തിനായിരിക്കും ഈ പടം കുറച്ചും കൂടി ഇഷ്ടം. കാരണം എന്താ വെച്ചാൽ ഫാമിലിക്ക് ഇഷ്ടമല്ലെന്നല്ല പറഞ്ഞത്, ഓൾമോസ്റ്റ് എന്തായാലും വന്ന് കാണും. പക്ഷെ അതിനെക്കാട്ടും ഇവര് കുറച്ചുകൂടി ഇപ്പോഴത്തെ കാലത്തെ പിള്ളേരിൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഇപ്പൊ നമുക്കെല്ലാം ദിലീപേന്റെ ഒരു അഴിഞ്ഞാട്ടം കംപ്ലീറ്റ് നോക്കോ, ഒരു ഇട ദിവസത്തിൽ വരുന്ന ഒരു ഫാമിലി സപ്പോർട്ടാണത്. കാരണം ശരിക്കും നിങ്ങൾ ഈ സാധനം കാണിക്കേണ്ടത് ആരാണ്ടൊക്കെ പറഞ്ഞായിരുന്നു സിനിമ വിജയിപ്പിക്കില്ല, സിനിമ കാണിക്കില്ല. അവരെ ഇതൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അവർക്കാണ് ഏതാണ് അല്ല, അങ്ങനെ പറയുന്നവരോട് നമുക്ക് മൈലേജ് ഉണ്ട്. കാരണം വീണ്ടും ചരിത്രം വീണ്ടും ആവർത്തിച്ചു എന്നൊക്കെ പറയാനുള്ളത്. 1200 സീറ്റുള്ള കവിത തിയേറ്റർ സീറ്റിൽ അത് കാലത്ത് 8 മണിക്ക് ഹൗസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ദിലീപേട്ടന്റെ ഫാമിലി സപ്പോർട്ട് അല്ലെങ്കിൽ ഓഡിയൻസ് സപ്പോർട്ട് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ മതി. കാരണം അപ്പൊ അവര് പറയാം ഫാൻസ് കാശ് കൊടുത്ത് ആൾക്കാരൊക്കെ കയറ്റിന്ന് പറയും. അങ്ങനെ പറയണവര് നമുക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം ഈ 1200 സീറ്റിൽ രാവിലെ 8 മണിക്ക് ഉറക്കുളച്ച ഒരാൾക്കാർ വരണ്ടേ? അത് ഇട ദിവസം പണി കളഞ്ഞ് 2.5 മണിക്കൂർ ദിലീപേട്ടൻ സ്പെൻഡ് ചെയ്യാന്ന് ഒന്ന് കാണിച്ചാൽ ഫാമിലി ഓഡിയൻസ്. പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതുപോലെ തന്നെയായിരുന്നു പണ്ട് ഒരു 2017 ഒരു ടീം പറഞ്ഞത് എന്താണ്, തിയേറ്റർ കത്തിക്കും, വരുന്നവരെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കും, രാമലീല എന്ന് പറഞ്ഞ സിനിമ. എന്നിട്ട് എന്തായി, നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിക്കും, അല്ലെങ്കിൽ പ്രേക്ഷകർ കൈവിടാം. ഇപ്പൊ ദിലീപേണ്ട നല്ല ആരുടെ സിനിമയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നല്ല സിനിമയാണെങ്കിൽ സ്വീകരിക്കും, അല്ലെങ്കിൽ അതൊരു പ്രത്യേക വിഭാഗം ആൾക്കാരല്ല, അവരോട് ഒന്നേ പറയാനുള്ള അത് ബഹിഷ്കരിക്കണമെന്ന് പറഞ്ഞൊരു തിയേറ്ററിൽ കൊണ്ടുവന്ന് കാണിക്കുന്നേ, അത്രേ ഉള്ളു. അവരോട് നമുക്ക് ചോദ്യം, ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? അവരല്ല കോടതി, അവരല്ല ജനങ്ങൾ, അവരല്ല ആസ്വാദകർ. അത്രേ ഉള്ളൂ. അതൊരു കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതായിരിക്കും പ്രശ്നം. അതെ, ഞങ്ങൾക്ക് ഒന്നും പറയണം, വിമർശകർ വീണ്ടും വിമർശനം. കാരണം എന്നാലും ഞങ്ങൾക്ക് മൈലേജ് കൂടുന്നു, അങ്ങനെയുള്ളൂ. കാരണം ഇന്നിപ്പോ മോർണിംഗ് ഷോ, ഫാൻ ഷോ ഫുള്ള്, രണ്ടാമത്തെ ഷോ ഫുള്ള്, രാത്രി 12 മണിക്ക് എക്സ്ട്രാ ഷോ, രാത്രി 12 മണിക്ക് എക്സ്ട്രാ ഷോ വെച്ചേക്കണം, അതും ഹൗസ്ഫുള്ള്. കാരണം ആലോചിക്കണം, ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞ ആളുടെ സിനിമയുണ്ട, അത് ആലോചിക്കണം. അത് പറഞ്ഞവർക്കൂടെ ഒന്ന് അയച്ചു കൊടുക്കാം, പറ്റുമെന്ന് എത്തിച്ചു കൊടുത്തേക്ക്. ആരോ പേര് ചേർത്ത് അതെ, പേര് പറയാൻ പേടിച്ചിട്ടല്ലേട്ടാ, പക്ഷെ അറിയാലോ. ആ വണ്ടി വെച്ചേക്കുന്നത് നോക്കൂ. ഇതെല്ലാരും സമയം കളഞ്ഞിട്ട് തന്നെ വന്നേക്കുന്നല്ലേ. 1200 സീറ്റുള്ള തിയേറ്ററാണ് അത്. ഞങ്ങൾ പറഞ്ഞുണ്ടാക്കല്ലേ, കവിത തിയേറ്ററിനെ പറ്റി അറിയുന്നവർക്ക് എല്ലാവർക്കും അറിയാം. 1200 സീറ്റുള്ള തിയേറ്ററാണ്, ബാൽക്കണി, അതാണ് ഹൗസ്ഫുൾ ആയേക്കുന്നത്. അത് ഒരു ഇടവ ദിവസം
ഒരു വർക്കിംഗ് ഡേ ഇത്ര ആളുകൾ സിനിമ കാണാൻ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഫാമിലി ഓഡിയൻസ് ഫാമിലി സപ്പോർട്ട് ഇതുവരെ ഒന്നും പോയിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു വീണ്ടും പറയുന്നു നല്ല സിനിമ, അതായത് പ്രേക്ഷകർ സ്വീകരിക്കുന്ന സിനിമയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആയിട്ട് പ്രേക്ഷകരെ സ്വീകരിക്കും, വിജയിക്കുകയും ചെയ്യും. അത്രേ ഉള്ളൂ. അതിപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വിചാരിച്ച് സിനിമ ബഹിഷ്കരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ കാണിക്കാൻ സമ്മതിക്കില്ല, ദിലീപിൻ്റെ സിനിമ പറഞ്ഞിട്ട് ഞങ്ങൾ സമരം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെല്ലാം തീരുമാനിക്കുന്നത് ഒരു സിനിമയും മറ്റ് രണ്ടായിട്ട് കാണാം. അത് അവർക്ക് അതിനുള്ള വിവരവും ലോജിക്കില്ലാത്തതുകൊണ്ടുള്ള പ്രശ്നം, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ആണല്ലോ പോലീസ്, പിന്നെ ഇവർക്ക് എന്തും പറയാം. അല്ല പിന്നെ ഇവർ പറയുന്നത് വാർത്തയാക്കാൻ നടക്കുന്നത്. ഇന്നലെ തന്നെ ഒരു വാർത്ത കണ്ടു, പട്ടുസാരി ഇല്ലാത്തതുകൊണ്ട് കല്യാണത്തിന് പോയില്ല. എന്തൊക്കെ വാർത്തകൾ നമുക്ക് കേൾക്കേണ്ടത് കാണേണ്ടിയൊക്കെ വരുന്നത്. അപ്പൊ അവരോടൊക്കെ ഇത്ര പറയാനുള്ളൂ. അവരല്ല പ്രേക്ഷകര്, അവരല്ല തീരുമാനിക്കണത്. അവര് പറയണ പോലെ അല്ല പ്രേക്ഷകരെ തീരുമാനം. അവരവരുടെ ഞങ്ങൾ ഒരിക്കലും അവരെ വിമർശിക്കുന്നില്ല, സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ജനങ്ങള്. അതാണ് ഇന്ന് നിങ്ങൾ ഇവിടെ കണ്ടത്. ഞങ്ങൾ അവരെ വിമർശിക്കുന്നില്ല, അവര് പറയുന്നത് പറയട്ടെ, അവരവരുടെ സ്റ്റാൻഡ് പറയുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ സ്റ്റാൻഡ്. പക്ഷെ ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും കള്ളം ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ക്യാമറ തിരിച്ചാണ്. ക്യാമറ തിരിച്ചാൽ ഇപ്പോഴും നിങ്ങൾക്ക് കാണാൻ ജനങ്ങൾ ഇവിടെ വന്നത്. ഓക്കെ.